ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പെസഹ കാലം എന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള പഠനങ്ങളാണ് ഈ 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. യേശുനാഥൻ വളരെ വ്യക്തമായി തിരുശരീര രക്തങ്ങളുടെ കൂദാശയെക്കുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്കും തന്നെ കേൾക്കാൻ വന്നിരുന്ന ജനങ്ങൾക്കും അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ സുവിശേഷ ഭാഗത്തിലെ ആദ്യത്തെ സംഭവമാണ് അവിടുന്ന് അപ്പം വർദ്ധിപ്പിക്കുന്നത്. ഈ അപ്പം വർധനയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇത് കടന്നു ചെല്ലുന്നത് ദിവ്യകാരുണ്യത്തിൻ്റെ ആഴത്തിലേക്കാണ്. ഈ ദിവ്യകാരുണ്യത്തിൻ്റെ പേര് തന്നെ നമുക്കറിയാം. നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ കമ്മ്യൂണിയൻ എന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം തന്നെ അതൊരു കൂട്ടായ്മ എന്നാണ്. ഈ കൂട്ടായ്മയുടെ ഒരു പൂർണ്ണതയാണ് ഈ ദിവ്യകാരുണ്യം. ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മാത്രം കൂട്ടായ്മയല്ല, തൃത്വൈക ദൈവത്തിൻ്റെ മാത്രം കൂട്ടായ്മയല്ല, മറിച്ച് മനുഷ്യരുടെ കൂടെയുള്ള ഒരു കൂട്ടായ്മയാണ്. മനുഷ്യരുടെ കൂട്ടായ്മക്കുള്ളിൽ ദൈവത്തിൻ്റെ കൂട്ടായ്മ ഒന്നായി ചേരുന്നതാണ് ദിവ്യകാരുണ്യം. അപ്പം അതിൻ്റെ ഭാഗമാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഒത്തിരിയധികം മനുഷ്യരെ യേശുനാഥനെ കേൾക്കാൻ വന്നിരിക്കുമ്പോൾ അവർക്ക് കൊടുക്കാൻ ആഹാരം ഇല്ലാതിരിക്കെ അവിടുന്ന് ഫിലിപ്പോസിനോട് ചോദിക്കുകയാണ്, ഇവർക്ക് നമ്മൾ എങ്ങനെ ആഹാരം കൊടുക്കും? അപ്പോൾ ഇതിനെക്കുറിച്ച് സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശുനാഥന് അറിയാമായിരുന്നു എന്താണ് ചെയ്യേണ്ടിയിരുന്നത്. ഇത് അവനെ പരീക്ഷിക്കാനായി ചോദിച്ചു എന്നാണ്. ഈ ഒരു ചിന്ത തന്നെ ഇവർക്ക് ലഭിച്ചത് ഈ അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷമായിരിക്കണം. ശിഷ്യന്മാർക്ക് ഈ ഒരു ബോധ്യം തന്നെ ഉണ്ടായത് ഇതൊരു പരീക്ഷണമായിരുന്നു. അപ്പോൾ യേശുനാഥന് വളരെ വ്യക്തമായ ധാരണയുണ്ട് ജീവിതത്തിൽ എന്താണ് ഒരു മനുഷ്യന് വേണ്ടത്, അവർക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്താണ്. അപ്പോൾ ഈ ലോകത്തെ മുഴുവനും ഊട്ടാനും ഈ ലോകത്തെ മുഴുവനും തൃപ്തിപ്പെടുത്താനുമുള്ള എല്ലാ അനുഗ്രഹങ്ങളും യേശുനാഥൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് മനുഷ്യൻ്റെ കയ്യിലും എന്തുണ്ടെന്നാണ്. കാരണം ദൈവം മാത്രം അനുഗ്രഹം ചൊരിയുന്നൊരു ആളായിട്ടല്ല, മറിച്ച് പരസ്പരം സ്നേഹിക്കുകയും തങ്ങൾക്കുള്ളതൊക്കെ പങ്കുവെക്കുകയും ചെയ്യുന്ന മനുഷ്യരായി തൻ്റെ ശിഷ്യന്മാർ ജീവിക്കണമെന്നുള്ളൊരു ധാരണ കൂടെ യേശുനാഥനുണ്ട്. അതുകൊണ്ടാണ് അവിടെ നിന്ന് ഈ ഒരു ചോദ്യം ആവർത്തിക്കുന്നത്. ഇത് എല്ലാവരോടുള്ളൊരു ആവർത്തനമാണ്. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? അനുഗ്രഹിക്കാൻ യേശുനാഥൻ തയ്യാറാണ്. അപ്പോൾ ചില മനുഷ്യർ അതിൽ മുഴുവനും തിന്മയാണ് കണ്ടെത്തുന്നത്. അപ്പോൾ ഫിലിപ്പോസ് പറയുന്നുണ്ട് ഇത് ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ്, ഇവിടെ വെച്ച് ആർക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അന്ത്രോസ് എന്ന് പറയുകയാണ്, ഇവിടെ ഒരാളുടെ കയ്യിൽ കുറച്ച് അപ്പമുണ്ട്. അപ്പം നന്മകൾ കണ്ടെത്തുന്ന മനുഷ്യർ മുഴുവനും തിന്മയും കണ്ടെത്തുന്ന മനുഷ്യർ. അപ്പോൾ ദിവ്യകാരുണ്യം നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത് നമ്മളെ നന്മകൾ കണ്ടെത്തി നന്ദി പറഞ്ഞുകൊണ്ട് കൂട്ടായ്മയിൽ ഒന്നായി ചേരുമ്പോൾ ദൈവം നമ്മുടെ മുമ്പിൽ ജീവനോടെ അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകും എന്നാണ്. ദിവ്യകാരുണ്യത്തിൽ നമ്മളതാണ് കണ്ടെത്തുന്നത്. ഇവിടെ ഈ അന്ത്രയോസ പറയുന്നു കുറച്ചപ്പം ഉണ്ടെന്ന് പറയുന്നത്. യേശുനാഥൻ അതെടുത്ത് നന്ദി പറഞ്ഞ് പിതാവായ ദൈവത്തോട് വാഴ്ത്തുമ്പോൾ അവിടെ ഉള്ളവർക്കെല്ലാം മതിയാവോളം തൃപ്തി വരികയും അധികമാവുകയും ചെയ്യുകയാണ്. ദിവ്യകാരുണ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയൊരു കൃപയും ഇത് തന്നെയാണ്. നമുക്ക് ഉള്ള നന്മകൾ കണ്ടെത്തി തമ്പുരാനെ നന്ദി പറഞ്ഞ് അത് നമ്മുടെ ഒത്തൊരുമയിൽ ഒരുമിപ്പിച്ച് പ്രാർത്ഥനയാക്കി മാറ്റുമ്പോൾ തമ്പുരാൻ്റെ സാന്നിധ്യം നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. അത് അനുഗ്രഹമാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളിൽ നമ്മൾ തോറ്റുപോകരുത്. യേശുനാഥൻ അറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. നമ്മൾ ചെയ്യേണ്ടത് പരസ്പരം പങ്കുവയ്ക്കുവാനും സ്നേഹിക്കുവാനും ഉള്ളതിന് നന്ദി പറഞ്ഞുകൊണ്ട് തമ്പുരാൻ്റെ സാന്നിധ്യം അപേക്ഷിക്കുവാനും കഴിയണം. അപ്പോൾ നമ്മുടെ മുൻപിൽ ദിവ്യകാരുണ്യ അത്ഭുതം നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹമായി മാറും എന്ന് ഈ പാഠം പഠിപ്പിക്കുകയാണ്. ആ ഒരു കൃപ, ഈ നന്മകൾ മനസ്സിലാക്കാനുള്ള ഒരു കൃപ, എന്നും കൂട്ടായ്മയിലായിരിക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.